ഹലോ, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. നമ്മളൊരു വീഡിയോയും കൊണ്ട് വരികയാണെന്ന്. പൂള കൃഷിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുത്തിയതാണ്. ഒരു 5-8 തറി ഉണ്ടായിരുന്നു ഇവിടെ. അത് വീട്ടിലൊന്നും ആർക്കും വേണ്ട. അപ്പോൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കാതെ തീരുമാനിച്ചിട്ട് പറിച്ചാണ്. ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഇത് 10 കിലോ 15 കിലോനൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഇത് കുറച്ച് കമ്മിയാണ്. ഇത് ഇവിടെ കിണർ കളച്ച മണ്ണാണ്, മേൽമണ്ണല്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലായത്. അതാണിപ്പോൾ ഇവിടെ ലേശം വെള്ളം കമ്മിയാണ്. എന്നാലും കുഴപ്പമില്ല, 5 കിലോനൊക്കെ ഉണ്ടാവും ഒരു കറിക്ക്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിവിടെ പറിക്കുകയാണ്. അപ്പോൾ അത് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ പീടിയിൽ കൊണ്ടുപോയി കൊടുത്താൽ 15 ഉറുപ്പ്യ നമുക്ക് കിട്ടും. ഓല് 18 20 ഓല് കൊടുക്കുന്നത് കച്ചവടക്കാർക്ക്. പിന്നെ അവരത് കൊണ്ടുപോയിട്ട് 30 കൊടുക്കുക. അതായിക്കോട്ടെ, നമുക്ക് 15 കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ അധികം ടൈമൊന്നും വന്നിട്ടില്ലല്ലോ. ഇത് 2 മണിക്കൂർ വരെ അത് കളക്കാൻ്റെ ടൈം വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറമ്പ് കാട് കെട്ടി കിടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ 2 മണിക്കൂറേ എനിക്ക് കളക്കാൻ ടൈം വന്നിട്ടുള്ളൂ. ഏത് ലാഭം? ഇവിടെ ഇതിൻ്റെ ഈ തൊടുക കുറേ പൂള തന്നെയാണ്. അത് കൊല്ലം ആയിട്ടില്ല. അപ്പോൾ ഈ മഴ പെയ്തിട്ടാണ് അത് കുത്തിയത്. ഇങ്ങനെ ഫെബ്രുവരിയിലൊക്കെ ആവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. വേറെ ഭാഗത്തും ഇത് കഴിഞ്ഞിട്ട് ടൈമിലല്ലാതെ വേറെ ഉണ്ട്. പല ടൈമിലുണ്ടായാലും ഇവിടെ ഇതാണ് കിണർ കളച്ച മണ്ണാണ്. വെള്ളം മഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഉണ്ടായാലേ 15 കിലോ, കഴിഞ്ഞ വർഷമൊക്കെ 15 കിലോ 20 കിലോ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ നോക്കിയിട്ടില്ല. എപ്പോഴാണ് ഇത് മനസ്സിലായത്? ചൂടി കൊണ്ടും കിണർ കളച്ച അടിയിലത്തെ മണ്ണേ പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ മണ്ണിൽ നല്ലോണം വളമിട്ട് കൊടുക്കണം. കുറച്ച് ടൈം കഴിഞ്ഞാലേ ഉള്ളൂ അതിൽ ശരിക്ക് ഇതുണ്ടാവുള്ളൂ, പസർമുണ്ടാവുള്ളൂ, വളമുണ്ടാവുള്ളൂ. ഇപ്പോൾ കിണർ കളച്ച് കോരിയിട്ട മണ്ണല്ലേ. വേറെ മാറ്റുണ്ട്. കുഴപ്പമൊന്നുമില്ല. 4 കിലോ 5 കിലോ പുറത്തൊക്കെ ഇതൊക്കെ പാടെ പറിച്ചാൽ 50 കിലോ ഉണ്ടാവും ഈ കിടക്കും. ഇന്നത്തെ പരിപാടി നല്ല മഴയാണല്ലോ. അപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ പറിച്ച് അങ്ങനെ കൊണ്ടുപോയി, അങ്ങനെ വെട്ടൂല, തറിമന്ത് വെട്ടൂല, അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. രാവിലെ വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാനാണ്, പീടിയിൽ കൊണ്ടുപോയി കൊടുക്കാനാണ്. നമുക്കിപ്പോൾ അധികം ടൈമൊന്നും ഇട്ടില്ല. ഒരു ദിവസം പണിയും കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഇതിന് മൊത്തത്തിൽ അത് കളക്കാൻ ഒരു 2 മണിക്കൂർ, ഇത് കളക്കാൻ 2 മണിക്കൂർ, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വന്നു. പിന്നെ ഒരു പുല്ല് എത്തി. ഇത്ര ഇതിന് പണി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കാട് കെട്ടി കടന്നിട്ട് ഇപ്പോൾ നമുക്ക് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് കിട്ടിയത് ലാഭം. ഇതിവിടെ കമ്മിയായത് ഇതുകൊണ്ടാണ്, കിണർ കളച്ച മണ്ണായതുകൊണ്ടാണ് കമ്മിയായതില്ലേ. ഇങ്ങനെ ഒന്നും വരലില്ല, നല്ലോണം ഉണ്ടാകലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പൂളക്കൃഷി. ഇതിൻ്റെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ടൊക്കെ പൂളക്കൃഷി തന്നെയാണ്, പൂള തന്നെയാണ്. അപ്പോൾ അത് ഞാനിന്നത് ഇങ്ങനെ പറിച്ച് നോക്കിയതാണ്. ഇത് ഉണ്ടാക്കിയാൽ പോരല്ലോ, ഇത് വിൽക്കും കൂടിയും വേണമല്ലോ. ഇതൊന്നും കൂടുതൽ തിന്നണില്ല, വീട്ടിലൊന്നും ആർക്കും അങ്ങനെ പറ്റുന്നില്ല. ഗ്യാസാണ്. വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് തിന്നാൽ മേലും കൈയും വേദനയാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ അതങ്ങനെ പറയുന്നു, ഗ്യാസാണെന്ന് പറയുന്നു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കൊന്നും എത്ര കഴിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ലതാണ്. പക്ഷേ വയസ്സായ ആൾക്കാർക്ക് അത്ര വലിയ കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. ചിലർക്ക് എത്രയും കഴിക്കാം. എനിക്കൊന്നും അധികം പറ്റില്ല. കുറച്ചൊക്കെ 2 കഷ്ണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. മേലും കൈയും വേദന ഉണ്ടാവുന്നതൊക്കെ ഇതുകൊണ്ടാണെന്ന് പറയുന്നേക്കാം, കൃത്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ മൊത്തം 8 തറി ഉണ്ടായിരുന്നത്. ഇതായി നിൽക്കുന്നതൊക്കെ അക്കടെ പറിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ 45-50 കിലോനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലമുള്ളവർക്കൊക്കെ വെറുതെ ഇടുന്നത് ഇങ്ങനെ എന്തെങ്കിലും കൃഷി, ഇതാണ് ഇപ്പം ഒരു കണക്കിൽ ഏറ്റവും നല്ലത്. ഇതിനൊരു പരിചരണവും വേണ്ട. ഉള്ളത് കിട്ടിയാൽ മതി. ഇതിൽ ഒരു പരിചരണവും വേണ്ട. അതാ കുത്തിയിട്ടിട്ട് പോന്നാൽ പിന്നെ പുല്ലും കാടും കയറുന്നുണ്ടോന്നും ഇടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ പുല്ലുണ്ടെങ്കിൽ പറിച്ച് കൊടുക്കുകയോ ചെത്തി കൊടുക്കുകയോ ചെയ്താൽ മതി. ഒരു മല്ലുമില്ലാത്ത കൃഷിയാണിത്.
ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ മധുരക്കിഴങ്ങിൻ്റെ അത്ര ഡിമാൻഡൊന്നും ഇല്ല, എന്നാലും കടയിലൊക്കെ എടുക്കും. പിന്നെ 15 ഉറുപ്പ്യ നമുക്ക് റേറ്റ് കിട്ടും. അവർ ഇവിടെ എത്രക്കാച്ചാൽ വിറ്റോട്ടെ, നമുക്കതേ കിട്ടുള്ളൂ. ഇപ്പോൾ പറിച്ച് ഇവിടെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തോട്ടത്തിൽ വന്ന് പറിച്ച് ഒരു ഒക്കെ റെഡിയാക്കി കൊണ്ടുപോകും. ഇത് അധികമല്ലാതെ കുറച്ചായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇത് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ കുത്തും. ഇനിയിപ്പോൾ നാളെ അതാണ് പണി. നാളെ അവിടെ ഈ പൂളത്തറി മുറിച്ച് കുത്തുക. കൃഷികൾ പലതുണ്ട്. മധുരക്കിഴങ്ങോ കൃഷിയൊക്കെ ഈ പ്രാവശ്യം പാളിപ്പോയിരിക്കുന്നു. ഈ മഴ കൂടുതലായ എല്ലാത്തിനും പ്രശ്നമാണ്. മധുരക്കിഴങ്ങൊന്നും പറിക്കേണ്ട ടൈമായി, ഇപ്പോഴും ഇതിന് വണ്ണം കൂടിയിട്ടില്ല.